ഹായ് എല്ലാവർക്കും സനറ്റ്സ് റീസണിംഗ് ക്ലാസ്സസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആൽഫബറ്റിലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലെ മൂന്നാമത്തെ ടൈപ്പിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ മൂന്നാമത്തെ ടൈപ്പിന്റെ കൂടെ നമ്മൾ അതിൻ്റെ വിത്ത് എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. മൂന്നാമത്തെ വെറൈറ്റി നമ്മളിന്ന് നോക്കുകയാണ്. ഇപ്പൊ പറഞ്ഞു നീട്ടുന്നില്ല. ആ വെറൈറ്റി എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലെ പോയിന്റിംഗ് ഔട്ട് എ പെയർ ഓഫ് ലെറ്റേഴ്സ് ഇൻ എ കീവേഡ് വിച്ച് ഹാവ് ആസ് മെനി ലെറ്റേഴ്സ് ബിറ്റ്വീൻ ദം ഇൻ ദ വേർഡ് ആസ് ഇൻ ദ ആൽഫബറ്റ്. അതായത് ഇംഗ്ലീഷ് അക്ഷരമാലയിലുള്ള അക്ഷരങ്ങളുടെ അതേ സ്ഥാനത്ത് നിൽക്കുന്ന അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കീവേഡ് തരും. അത്തരത്തിലുള്ള അക്ഷരങ്ങളെ കണ്ടെത്തി അതൊരു പെയറാക്കി, അതൊരു ജോഡിയാക്കി, അത് എത്ര ജോഡികൾ ഉണ്ട് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഇത് കൂടുതലും SSC ബാങ്കിന്റെ എക്സാംസുകളിലാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. റീസണിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണിത്. ഇത് കുറച്ച് കൃത്യമായിട്ട് പൊസിഷൻസ് അറിയുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വീഡിയോ കാണുന്നതിന് മുമ്പേ ഞാൻ ഓൾറെഡി നമ്മൾ ആൽഫബറ്റിലെ ലെറ്റേഴ്സിന്റെ പൊസിഷൻസ് A to Z വരെയുള്ള പൊസിഷൻസിനെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് വെക്കാനുള്ള ട്രിക്സും ടിപ്സും ഒക്കെ പറയുന്ന വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ഇത്തരത്തിലുള്ള പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ സത്യത്തിൽ ആ വീഡിയോ കണ്ടാൽ മാത്രമേ, പൊസിഷൻ അറിഞ്ഞാൽ മാത്രമേ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റൂ. അതാണ് സത്യം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹൗ മെനി such pairs of letters are there in the word suggestion, each of which has as many letters between them in the word both forward and backward direction as they have between them in the English alphabet series. അതായത് ഇവിടെ സജഷൻ എന്ന് പറയുന്ന വേർഡ് കൊടുത്തിട്ടുണ്ട്. ഈ സജഷൻ എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഇതിനകത്തുള്ള ലെറ്റേഴ്സ് ഒറിജിനൽ ആൽഫബറ്റ്, അതായത് A to Z വരെയുള്ള ഒറിജിനൽ ആൽഫബറ്റ് ഉണ്ടല്ലോ, ആ ആൽഫബറ്റിലെ അതേ പൊസിഷനിൽ ഇവിടെ ലെറ്റേഴ്സ് പെയർ ആയി നിൽക്കുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര പെയർ അത്തരത്തിലുണ്ട്? അത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നോർമൽ കേസിൽ നമ്മൾ നോക്കുന്ന ലെഫ്റ്റ് ടു റൈറ്റ്. നോർമൽ കേസിൽ നമ്മൾ എങ്ങനെ എടുക്കുക? ഈ സൈഡിൽ നിന്നും ഈ സൈഡിലേക്കാണല്ലോ എപ്പോഴും നമ്മൾ എഴുതുന്നൊക്കെ, ഇംഗ്ലീഷ് ഒക്കെ എഴുതുന്ന അങ്ങനെയല്ലേ. അപ്പൊ അതാണ് ഫോർവേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ബാക്ക്വേർഡ് തിരിച്ചിങ്ങോട്ടും. അതായത് പിറകിൽ നിന്ന് മുൻപോട്ടും മുൻപിൽ നിന്ന് പിറകോട്ടും, അതായത് ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും, ഈ ഓർഡറിൽ നമ്മൾ രണ്ട് തരത്തിലും ആ വേർഡിനെ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഈ ഒറിജിനൽ ആൽഫബറ്റിൽ നിൽക്കുന്ന അതേ പൊസിഷനിലുള്ള ലെറ്റേഴ്സ് ഇതിലുണ്ടോ? അങ്ങനെ ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ എത്ര ജോഡി ലെറ്റേഴ്സ് ഉണ്ട് അത്തരത്തിലുള്ളത്? ഇപ്പൊ ജോഡി എന്ന് പറയുമ്പോൾ രണ്ട് ലെറ്റേഴ്സ് വരുമല്ലോ. എത്ര ജോഡി ലെറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കത് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് തന്നെ പറയാം. അപ്പൊ ഇതിലെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് A1 ഒരു ജോഡി മാത്രമേ ഉള്ളൂ, B2 രണ്ട് ജോഡിയുണ്ട്, C3 മൂന്ന് ജോഡിയുണ്ട്, D4 നാല് ജോഡിയുണ്ട്. അത്തരത്തിൽ ഈ മോർ ദാൻ 4, 4ന് മേലെ ഇപ്പൊ എത്ര വന്നാലും മോർ ദാൻ 4 എന്ന് പറയുന്ന ഓപ്ഷൻ ഈ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ആ വേർഡ് ഒന്ന് ജസ്റ്റ് നമ്മൾ എഴുതുന്നു. സജഷൻസ്. സജഷൻ, SUGGESTION, സജഷൻ. അപ്പൊ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഒന്ന് ഇതിനെ ഒരു സ്പേസും കൂടി നമ്മൾ ഇടുന്നു. സജഷൻ എന്ന് പറയുന്ന വേർഡ് ഒരു സ്പേസ് നമ്മൾ ഇട്ടു. ആ സ്പേസ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിന്റെ പൊസിഷൻസ് നോക്കുന്നു. പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ S 19th പൊസിഷൻ ആണ്, U 21st പൊസിഷൻ ആണ്, G 7th പൊസിഷനിൽ G റിപ്പീറ്റ് വരുന്നുണ്ട്, E 5th പൊസിഷൻ, അഗെയിൻ S 19th പൊസിഷൻ, T 20th പൊസിഷൻ, 9I 9I, പിന്നെ O 15th പൊസിഷൻ, പിന്നെ N 14th പൊസിഷൻ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആൽഫബറ്റിന്റെ 3 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പൊസിഷൻ ഡിസ്കസ് ചെയ്യുന്ന. ആ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക എന്ന് പറഞ്ഞ് ഞാൻ ഇതുകൊണ്ടാണ്, ഈ പൊസിഷൻസ് കൃത്യമായിട്ട് അറിയണം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ജോഡി ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ജോഡി എന്ന് പറയുമ്പോൾ Gയും Nഉം ആണ്. Gയും Nഉം. അപ്പോൾ അത് എങ്ങനെ എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. Gയും Nഉം. അപ്പോ ആദ്യത്തെ G ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ആദ്യത്തെ G ആണ് എടുക്കുന്നത്. അതായത്
രണ്ട് ജി ഇതിനകത്ത് വരുന്നുണ്ടല്ലോ, അതിൽ ഈ ജി മുതൽ ഈ എൻ വരെയുള്ള പൊസിഷൻസ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 7, 7, 5, 19, 20, 9, 15, 14 ഒക്കെയാണ് പൊസിഷൻ. പക്ഷെ ഇത് ചേഞ്ച് ആവുന്നത് എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഒറിജിനൽ ആൽഫബറ്റിൽ എങ്ങനെയാണ് നോക്കൂ നിങ്ങൾ. ജി കഴിഞ്ഞാൽ HIJKLMN അങ്ങനെയാണ് ഒറിജിനൽ ആൽഫബറ്റിന്റെ അകത്ത്. GHIJKLMN. ഇവിടെയാണെങ്കിൽ GGESTION. ഓക്കെ, അതായത് ഒറിജിനൽ ആൽഫബറ്റിനകത്തും ഇതിനകത്തും ഇപ്പോൾ ഒറിജിനൽ ആൽഫബറ്റ് നോക്കുകയാണെങ്കിൽ ഇത് 7ാമത്തെ പൊസിഷനും N 14ാമത്തെ പൊസിഷനുമാണ്. ഓക്കെ, 7ാമത്തെ പൊസിഷനും 14ാമത്തെ പൊസിഷനുമാണ്. G7 N 14. ഇതിന് നടുക്ക് ഒറിജിനൽ ആൽഫബറ്റിനകത്ത് 1, 2, 3, 4, 5, 6 6 ലെറ്ററുകളാണ് ഇതിനിടക്കുള്ളത്. ഓക്കെ, ഒറിജിനൽ ആൽഫബറ്റിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജിക്കും എന്നിനും ഇടയ്ക്ക് G 7ാമത്തെ പൊസിഷൻ N 14ാമത്തെ പൊസിഷൻ എത്ര ലെറ്റേഴ്സാണ് ഉള്ളത്? 6 ലെറ്റേഴ്സ് ആണുള്ളത്. ഇനി ഈ വേർഡ് നിങ്ങൾ നോക്കൂ, സജഷൻ എന്ന് പറയുന്ന ഈ വേർഡ് നോക്കൂ. ഈ വേർഡിലും നമുക്ക് കൃത്യമായിട്ട് ഈ ജിക്കും അതേപോലെ ഈ എന്നിനും ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6 നോക്കൂ നിങ്ങൾ, 6 ലെറ്റേഴ്സ് ഈ വേർഡിനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ജിക്കും എന്നിനും ഇടയിൽ ഒറിജിനൽ ആൽഫബറ്റിലും നമുക്ക് എത്ര വേർഡ് കാണാൻ പറ്റും? നമുക്ക് ലെറ്റേഴ്സ് കാണാൻ പറ്റും. ജിക്കും എന്നിനും ഇടയിൽ 6 ലെറ്റേഴ്സ് കാണാൻ പറ്റും. ഇവിടെയും നമുക്ക് ജിയും എന്നും എടുത്താൽ ഇടയിൽ എത്ര ലെറ്റേഴ്സ് കാണാൻ പറ്റും? 6 ലെറ്റേഴ്സ് കാണാൻ പറ്റും. ഇതാണ് പെയർ. അപ്പൊ ഫസ്റ്റത്തെ പെയർ ഏതാണ്? ജിയും എന്നും. ഒന്നാമത്തെ പെയർ ഏതാണ്? ജിയും എന്നും. ഓക്കെ, അപ്പൊ ഒറിജിനൽ ആൽഫബറ്റിനകത്തും ജിക്കും എന്നിനും ഇടയിൽ 6 ലെറ്റേഴ്സ് വരുന്നു. ഈ സജഷൻ എന്ന് പറയുന്ന വേർഡിലെ ആദ്യത്തെ ജിക്കും എന്നിനും ഇടയ്ക്ക്, കാരണം 2 ജി ഉണ്ട്, ആദ്യത്തെ ജിക്കും എന്നിനും ഇടയിൽ എത്ര ലെറ്റേഴ്സ് വരുന്നു? 6 ലെറ്റേഴ്സ് വരുന്നു. ഇതാണ് പെയർ. നോക്കൂ നിങ്ങൾ, ഈച്ച് ഓഫ് ഇവിടെ പറഞ്ഞതാണ്, ഈച്ച് ഓഫ് വിച്ച് ഹാസ് മെനി ലെറ്റേഴ്സ് ബിറ്റ്വീൻ ദം ഇൻ ദ വേർഡ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ആസ് ദ ബിറ്റ്വീൻ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് സീരീസ്. ഒറിജിനൽ ഇംഗ്ലീഷ് ആൽഫബറ്റ് സീരീസിൽ ഈ വേർഡുകൾക്കിടയിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അതായത് ഈ ലെറ്റേഴ്സിന്റെ ഇടയിൽ ഈ രണ്ട് ലെറ്റേഴ്സിന്റെ ഇടയിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ, അതായത് പൊസിഷൻ അവിടെ ഒറിജിനൽ ആൽഫബറ്റിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നോ അതേ രീതിയിൽ തന്നെ ഈ വേർഡിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ലെറ്റേഴ്സിന്റെ ജോഡി ഏത് എന്നാണ്. എത്ര ജോഡികളുണ്ട്? അപ്പൊ ഒരു ജോഡി നമുക്ക് കിട്ടി ജിയും എന്നും. ഓക്കെ, ഒരു ജോഡി നമുക്ക് കിട്ടി ജിയും എന്നും. ഇനി നമ്മൾ രണ്ടാമത്തെ ജോഡിയിലേക്ക് കടക്കുകയാണ്. ST നമുക്ക് സിമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. കാരണം എസ് എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ 19 T 20 തൊട്ടടുത്ത് തന്നെയാണ് അല്ലേ? ഒറിജിനൽ ആൽഫബറ്റിലും എങ്ങനെ തന്നെ എസും ടിയും തന്നെ അല്ലേ? 19, 20 നടുക്ക് ലെറ്റേഴ്സ് ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് ഈ വേർഡിലും വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ലെറ്റേഴ്സ് എടുക്കുമ്പോൾ ലെറ്റേഴ്സിന് നടുക്ക് വേറെ ലെറ്ററുകൾ വേണം നിർബന്ധമല്ല കേട്ടോ. ലെറ്റേഴ്സിന്റെ ഇടയ്ക്ക് മറ്റ് ലെറ്ററുകൾ വേണം നിർബന്ധമല്ല. അവിടുത്തെ അതേ പൊസിഷൻ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഒറിജിനൽ ആൽഫബറ്റിലും എസിനും ടിക്കും ഇടയിൽ ലെറ്റർ ഇല്ല, ഇവിടെയും അതുപോലെ തന്നെ എസിനും ടിക്കും ഇടയിൽ എന്തില്ല? ലെറ്റേഴ്സ് ഇല്ല. ST. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, ST 19, 20 ഇവിടെയും അതേപോലെ തന്നെ എസും ടിയും അടുത്തടുത്ത് തന്നെയാണ്. ഒറിജിനൽ ആൽഫബറ്റിലും അതിന് നടുക്ക് മറ്റൊരു ലെറ്റർ ഇല്ല. ഇവിടെ ഈ വേർഡിനകത്തും നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ST എന്ന് പറയുന്നതിന്റെ നടുക്ക് എന്തില്ല? മറ്റൊരു ലെറ്റർ ഇല്ല. അപ്പൊ രണ്ടാമത്തെ ജോഡി ഏതാണ്? എസും ടിയും. ഇനി നമ്മൾ മൂന്നാമത്തെ ജോഡി നമ്മൾ എടുക്കുകയാണ്, ജിയും ഇയും. ഓക്കെ, GE അതായത് ആദ്യത്തെ ജി. ഓക്കെ, GE. ഓക്കെ, അതെങ്ങനെയാണ്? GE എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ജി കഴിഞ്ഞിട്ടല്ലേ ഇ. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് എന്ത്? ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. രണ്ട് ഡയറക്ഷനും നോക്കണം നമ്മൾ പറഞ്ഞില്ലേ? ഫോർവേഡും ബാക്ക്വേർഡും. അതായത് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റും നോക്കണം, ഞാൻ നേരത്തെ പറഞ്ഞു. അതേപോലെ എന്താണ്? ലെഫ്റ്റ് ടു റൈറ്റും നോക്കണം, റൈറ്റ് ടു ലെഫ്റ്റും നോക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ചു നോക്കാം. തിരിച്ചു നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അത് മനസ്സിലാവും. GE നോക്കൂ നിങ്ങൾ, EFG അതാണ് ഒറിജിനൽ പൊസിഷൻ. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം EFG. ഒറിജിനൽ പൊസിഷനിൽ EFG. ആ ഇക്കും ജിക്കും ഇടയിൽ F ആണ് ഒറിജിനൽ ആൽഫബറ്റിൽ ഉള്ളത്. ഓക്കെ, ഒരൊറ്റ ലെറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ EGG. ഓക്കെ, EGG. ഓക്കെ, അപ്പൊ ആദ്യത്തെ ജിയും ഇയും തമ്മിലാണ് ആ ഡിഫറൻസ് വരുന്നത്, EGG. ഓക്കെ, അല്ലെങ്കിൽ ആ പെയർ വരുന്നത് ആദ്യത്തെ ജിയും ഇയും ആണ്. അപ്പൊ നമ്മൾ ഇത് എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഇത് ബാക്ക്വേർഡ് ആണ് എടുത്തിരിക്കുന്നത്. ഈ 5ാമത്തെ പൊസിഷൻ, G 7ാമത്തെ പൊസിഷൻ. ഒറിജിനൽ
ആൽഫബറ്റിനകത്ത് ഇ എഫ് ജി ആണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഇ ജി ജി. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര പെയർസ് ഉള്ളത്? നമുക്ക് 3 പെയറുകളാണ് ഇതുവരെ നമ്മൾ കണ്ടത്. ഇനി നോക്കുകയാണെങ്കിൽ നാലാമത്തെ പെയർ നോക്കൂ, എൻ ഒ. എൻ ഒ, N 14 O 15. ഈ ലാസ്റ്റിലേക്ക് നിങ്ങൾ നോക്കിയാൽ കാണാം. ഓക്കെ, ലാസ്റ്റ് പൊസിഷനിൽ നിങ്ങൾ നോക്കിയാൽ കാണാം എൻ ഒ. ഒറിജിനൽ ആൽഫബറ്റിനകത്തും എൻ ഒ തന്നെയാണ്. ഓക്കെ, അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നടുക്ക് ലെറ്റർ ഇല്ല. 14 15ാമത്തെ ലെറ്റർ ആണ് എൻ ഒ. ഇവിടെയും അതുപോലെ തന്നെ എൻ ഒ. പക്ഷെ എന്താണ്, ഫോർവേഡ് അല്ല ബാക്ക്വേർഡ് ആണ്. അതായത് റൈറ്റ് ടു ലെഫ്റ്റ് ആണെന്ന് മാത്രം. നമ്മൾ എഴുതുന്നതിന്റെ നേരെ വിപരീത ദിശയിലാണ് കിടക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ എൻ ഒ. ഓക്കെ, ഒ എൻ അല്ലെങ്കിൽ എൻ ഒ. അവിടെ എന്തില്ല, ലെറ്റേഴ്സ് ഇതിനിടയ്ക്കില്ല, ഇവിടെ ഇല്ല. അപ്പൊ എത്ര പേർ വന്നിരിക്കുന്നു? 4 പേർ വന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ എത്ര പേർ വന്നിരിക്കുന്നു? 4 പേർ വന്നിരിക്കുന്നു. ആൻസർ എന്താണ്? ആൻസർ ഈസ് 4. ഓക്കെ, ഓപ്ഷൻ ഡി 4. അപ്പൊ സജഷൻ എന്ന് പറയുന്ന വേർഡിനകത്ത് ഒറിജിനൽ ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ള അതേ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന എത്ര പേരുകൾ ഉണ്ട് ലെറ്റേഴ്സിന്റെ? 4 പേരുകളാണുള്ളത്. ജി എൻ, പിന്നെ എസ് ടി, പിന്നെ ഇ ജി, പിന്നെ അതുപോലെ തന്നെ എൻ ഒ. ഓക്കെ, ഇ ജി പിന്നെ എൻ ഒ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി 4. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2 pairs of letters in the word parcel have as many letters between them as in the alphabet those words are. അപ്പോ 2 ലെറ്ററിന്റെ ഒരു പെയർ ഉണ്ട്, കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2 ലെറ്ററിന്റെ പെയറാണ് പാർസലിൽ ഉള്ളത്. അങ്ങനെ പറഞ്ഞ് എത്ര പെയർ കാണണം എന്നല്ല, 2 ലെറ്ററിന്റെ പെയർ ഉണ്ട് പാർസൽ എന്ന് പറയുന്ന വേർഡിനകത്ത്. ഏതൊക്കെയാണ് ആ ഒരു പെയർസ്? 2 പെയറുകൾ ഏതൊക്കെയാണ്, അല്ലെ 2 ജോഡികൾ ഏതൊക്കെയാണെന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. പാർസൽ എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതുന്നു, ഒരു സ്പേസ് നമ്മൾ അതിന് വിടുന്നു. ഇനി നമ്മൾ അതിന്റെ പൊസിഷൻസ് നോക്കാം. P16, A1, R18, C3, E5, L12. ഓക്കെ, അപ്പൊ കൃത്യമായ പൊസിഷൻസ് ഒക്കെ നമ്മൾ നോക്കി. ഇനി ഒന്നാമത്തെ ജോഡി നമുക്ക് നോക്കാം. അത് പിയും ആറും ആണ്. ഓക്കെ, പിയും ആറും 16 17 18. ഒറിജിനൽ പൊസിഷൻ എങ്ങനെയാണ്? 16 17 18. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ P16 ആണ്, R18 ആണ്. ഒറിജിനൽ ആൽഫബറ്റിന്റെ നടുക്ക് അതായത് പിക്കും ആറിനും ഇടയിൽ Q ആണ് വരുന്നതെങ്കിൽ ഇവിടെ വേർഡിന് നടുക്ക് A ആണ് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അവിടെ ഈ ഒരു ജോഡിക്ക് നടുക്ക്, ഒറിജിനൽ ആൽഫബറ്റിനും ഈ ഒരു ജോഡിക്ക് നടുക്ക് ഒരു ലെറ്റർ മാത്രമേ ഉള്ളൂ. ഈ വേർഡിലും ഒരു ജോഡിക്ക് നടുക്ക് ഒരു ലെറ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ പി ആർ ഇവിടെ തന്നെ നമുക്ക് ആൻസർ ആയി ഓപ്ഷൻ ബി. കാരണം പി ആർ എന്ന് വരുന്ന ജോഡി അത് മാത്രമേ ഉള്ളൂ. ഇതിന് തന്നെ എന്തായി, നമുക്ക് ആൻസർ ആയി ഓപ്ഷൻ ബി ആണ്. എന്നാൽ നമുക്ക് രണ്ടാമത്തെ ജോഡി എ സിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കളയാം. ഓക്കെ, എ സി നമുക്കൊന്ന് കണ്ടു കളയാം. രണ്ടാമത്തത് എ സി ആണ്. എ സി നോക്കുന്ന സമയത്ത് എ ബി സി, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാ വരുന്നത്? എ ആർ സി എന്നാണ്. ഓക്കെ, എ ആർ സി. ഓക്കെ, എ ആർ സി. എക്കും സിക്കും ഇടയിൽ ഒരു ലെറ്ററേ ഉള്ളൂ. ഒറിജിനൽ ആൽഫബറ്റ് നോക്കുകയാണെങ്കിൽ എ ബി സി ആണ്. ഓക്കെ, എ ബി സി, എ ആർ സി അല്ലെങ്കിൽ എ ബി സി. ഓക്കെ, ഒന്നാമത്തെ ലെറ്ററും മൂന്നാമത്തെ ലെറ്ററും നടുക്ക് ബി ആണ്. ഒറിജിനൽ ആൽഫബറ്റിൽ ഇവിടെ ആർ ആണ്. ഈ വേർഡിനകത്ത് ഏത് ലെറ്ററാ വരുന്നത്? ഇതിന് നടുക്ക് ആർ ആണ് വരുന്നത്. അപ്പൊ രണ്ടാമത്തെ ജോഡി എ സി. ഓക്കെ, എ സി. അപ്പൊ 2 പേര് നമുക്ക് കിട്ടി, പി ആർ ആൻഡ് എ സി. ഓപ്ഷൻ ബി ഈസ് അവർ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് അവർ റൈറ്റ് ആൻസർ. ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടന്നാൽ, again, in the given words, how many pairs of letters have as many letters between them as the number of letters they have between them in the English alphabet? Educately എന്ന് പറയുന്ന ആ ഒരു ഇംഗ്ലീഷ് വേർഡിന്റെ ഇതുപോലെ എത്ര പെയറുകളുണ്ട്? ഒറിജിനൽ നമ്മൾ ആ ഒരു ആൽഫബറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള പെയർ അതേപോലെ ഇതിനകത്തും നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് അത് തന്നെ ഓർക്കാം. ഓക്കെ, അതുപോലെ എത്ര പേര് ഇതിനകത്തുണ്ട് എന്നുള്ളത് ചിന്തിക്കാം. ഓക്കെ, അപ്പൊ അത് കാണാനാ പറഞ്ഞിരിക്കുന്ന ആ വേർഡ് നമ്മൾ ഒന്ന് എടുത്ത് എഴുതുന്നു. അതിനൊരു ഗ്യാപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓരോ ലെറ്റേഴ്സിന് ഒരു ചെറിയൊരു സ്പേസ് ഇടുന്നു. ഇനി നമ്മൾ അതിന്റെ പൊസിഷൻ നോക്കുന്നു. A1, D4, E5, Q17, U21, again A1, T20, E5, L12, Y25. ഓക്കെ, അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് പറയുന്നു. നമ്മൾ ആൽഫബറ്റിന്റെ പൊസിഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത വീഡിയോ ഓൾറെഡി നമ്മൾ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ കൃത്യമായിട്ട് കാണണം. ഈ പൊസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ADEQ UATELY. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ജോഡി ഏതാന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ജോഡി എന്ന് പറയുന്നത് DE. നോക്കൂ നിങ്ങൾ, 4ഉം 5ഉം അല്ലെ, ഒറിജിനൽ ആൽഫബറ്റിലും 4ഉം 5ഉം പൊസിഷൻ അതിന്റെ നടുക്കൊന്നുമില്ല. ഇവിടെ അതേപോലെ തന്നെ DE. ഓക്കെ, DE.
അപ്പോൾ ഒന്നാമത്തെ ജോഡി എന്ന് പറയുന്നത് ഏതാണ്? DE ആണ്. ഓക്കെ, ഒറിജിനൽ ആൽഫബറ്റ് 4, 5 പൊസിഷനിൽ നിൽക്കുന്നു. ഇവിടെ വേർഡിനകത്തും അതുപോലെ തന്നെ ഒറിജിനൽ ആൽഫബറ്റിലും ഇതിന് നടുക്ക് എന്തില്ല, വേറെ ലെറ്റേഴ്സ് ഇല്ല. അതേപോലെ ഈ വേർഡിനകത്ത് DE വരുന്നതിന്റെ ഇടയ്ക്ക് മറ്റ് ലെറ്റേഴ്സ് ഇല്ല. DE വളരെ അടുത്തായിട്ടാണ്, ക്ലോസ് ആയിട്ടാണ് വരുന്നത് DE. ഇനി നെക്സ്റ്റ് പെയർ നോക്കാം. നെക്സ്റ്റ് പെയർ QT, QRST. ഓക്കെ, QRST നമുക്കറിയാം. ആറും എസും ആണ് ഒറിജിനൽ ആൽഫബറ്റിൽ വരുന്നത്. QRS, അതായത് അതിന്റെ നടുക്ക് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 2 ലെറ്റേഴ്സ് ഉണ്ട്. ഒറിജിനൽ ആൽഫബറ്റിൽ 2 ലെറ്റേഴ്സ് ഉണ്ട്. ഇവിടെയും അതുപോലെ തന്നെ QUAT ആണ്. Qയ്ക്കും Tയ്ക്കും ഇടയിൽ ഇവിടെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 2 ലെറ്റേഴ്സ് ഉണ്ട്. ഒറിജിനൽ ആൽഫബറ്റിന്റെ നടുക്ക് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 2 ലെറ്റേഴ്സ് തന്നെയാണ് ഉള്ളത്. QUAT, ഒറിജിനൽ ആൽഫബറ്റിൽ QRST. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ QUAT, ഇവിടെ ഒറിജിനൽ ആൽഫബറ്റിൽ QRST 17, 20. ഓക്കെ, അപ്പോൾ ഒറിജിനൽ ആൽഫബറ്റിനെ നോക്കുമ്പോൾ ഈ പെയറിന് ഇടയ്ക്ക് അവിടെയും 2 ലെറ്റേഴ്സ് ആണ്. ഈ വേർഡിൽ നമ്മൾ ക്യൂന്റെയും ടീന്റെയും പൊസിഷൻ എടുത്താൽ ഇതിന് നടുക്ക് എത്ര ലെറ്റേഴ്സ് തന്നെയാണ്? 2 ലെറ്റേഴ്സ് തന്നെയാണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ LQ. ഓക്കെ, LQ ഇത് നേരെ ബാക്കോട്ടാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെയുള്ള ഡയറക്ഷനിലാണ് LQ നമ്മൾ നോക്കുന്നത്. ഒറിജിനൽ ആൽഫബറ്റിൽ LMNOPQ. ഓക്കെ, 12 മുതൽ നോക്കൂ നിങ്ങൾ, 17 വരെ ഉള്ളതിൽ ഒറിജിനൽ ആൽഫബറ്റ് നിങ്ങൾ എടുത്താൽ LMNOPQ. ഓക്കെ, LMNOPQ. ഇടയ്ക്ക് എത്ര ലെറ്ററാ? 1, 2, 3, 4 ലെറ്റർ. ഓക്കെ, ഇടയ്ക്ക് എത്ര ലെറ്ററാ? 1, 2, 3, 4 ലെറ്റർ. ഇവിടെ ആ 4 ലെറ്റർ ഏതൊക്കെയാ? ETAU. ഒറിജിനൽ ആണെങ്കിൽ MNOP ആണെങ്കിൽ ഇവിടെ ETAU ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒറിജിനൽ ആൽഫബറ്റിനകത്ത് എല്ലിനും ക്യൂവിനും ഇടയിൽ 4 ലെറ്റേഴ്സ് വരുന്നുണ്ട്. ഈ വേർഡിലും എല്ലിന്റെയും ക്യൂവിന്റെയും പൊസിഷന്റെ നടുക്ക് 4 ലെറ്റേഴ്സ് വരുന്നത് LQ. ഓക്കെ, അപ്പൊ അത് നമ്മൾ റിവേഴ്സ് ആയിട്ടുള്ള ഡയറക്ഷൻ ആണ്. LETAUQ. ഇവിടെ ഒറിജിനൽ ആണെങ്കിൽ LMNOPQ. ഓക്കെ, അപ്പോൾ ഒറിജിനൽ പൊസിഷന്റെ അകത്തും ആൽഫബറ്റിന്റെ പൊസിഷന്റെ അകത്തും എല്ലിനും ക്യൂവിനും ഇടയിൽ 4 ലെറ്റേഴ്സ് വരുന്നു. ഈ വേർഡിന്റെ എല്ലിന്റെയും ക്യൂവിന്റെ ഇടയ്ക്ക് 4 ലെറ്റേഴ്സ് വരുന്നു. ഞാൻ ഇത് റിപ്പീറ്റ് പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിൽ പതിയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യണം. അത് വിട്ട് കളയരുത്. ഒരു മാർക്ക് പോലും എന്താവരുത്, നിങ്ങൾക്ക് പാഴായി പോവരുത്. ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾക്ക് റീസണിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ 20 മാർക്കിന്, ചില എക്സാംസിന് 20 മാർക്കിന്, ചില എക്സാംസിന് 35 മാർക്കിന്, നാഷണൽ ലെവൽ എക്സാമിനൊക്കെ അങ്ങനെ വരിക 35 മാർക്കിന്, ചില 20 മാർക്കിന് ഒക്കെ റീസണിംഗ് ചോദിക്കും. അതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസണിങ്ങിന് 1 മാർക്ക് പോലും എന്തായി പോകരുത്, നിങ്ങൾക്ക് പാഴായി പോകാൻ പാടില്ല. ഓക്കെ, 1 മാർക്ക് പോലും നിങ്ങൾക്ക് എന്താവരുത്, പാഴായി പോകും. അതെന്റെ ഒരു വാശിയാണ്, ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ ഒരു വാശിയാണത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ നേരിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്ന, അതായത് എൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ഇരിക്കുന്ന പിള്ളേർ അല്ലെങ്കിൽ കൂടെ എനിക്കെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ക്ലാസ്സുകൾ ഓൺലൈനിൽ കേൾക്കുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പബ്ലിക് ചാനലിൽ കേൾക്കുന്ന ആൾക്കാരായാലും അവർക്ക് ഞാൻ എടുക്കുന്നത് കൊണ്ട് 100% എന്ത് കിട്ടണം? കണ്ടന്റ് കിട്ടണം. ഓക്കെ, എന്താണോ പറയുന്നത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം, അവർക്ക് കണ്ടന്റ് കിട്ടണം. അതിനാണ് ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലിനും ക്യൂവിനും ഇടയിൽ ഒറിജിനൽ ആൽഫബറ്റിനെ നടുക്കും 4 ലെറ്റേഴ്സ്, ഇതിന്റെ നടുക്കും എത്ര ലെറ്റേഴ്സ് ആണ്? 4 ലെറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ 3 പെയേഴ്സ്, ഒന്ന് DE, പിന്നെ QT, പിന്നെ LQ. അപ്പൊ 3 പെയറുകളാണ് വന്നിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ C3. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ C3. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള, അതായത് ഒരു വേർഡ് തന്നിട്ട് ഒറിജിനൽ ആൽഫബറ്റിന്റെ അതേ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന എത്ര പെയറുകൾ ഉണ്ട് എന്ന് ചോദിക്കുന്ന ടൈപ്പിൽ ആൽഫബറ്റിലെ പോർഷനാണ് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ് കേൾക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് അടിച്ച് വീണ്ടും വീഡിയോ കാണുക. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ ഡൗട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന് സൊല്യൂഷൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.